പണ്ട് ഹിരണ്യകശിപുവിനെ വധിച്ച നരസിംഹമൂർത്തി ആ അസുരന്റെ കുടൽമാലയണിഞ്ഞ് രക്തം കുടിച്ച് താണ്ഡവമാടി. അസുരരക്തം എന്ന വിഷം ഉള്ളിൽ ചെന്നതോടെ നരസിംഹമൂർത്തിയിലും അസുരഭാവം നിറഞ്ഞു. നരസിംഹകോപത്തെ അടക്കാൻ കഴിയാതെ വന്നപ്പോൾ ദേവന്മാർ സാക്ഷാൽ പരമശിവനിൽ അഭയം തേടി. ശിവഭഗവാൻ ഉടനെ ശരഭേശ്വരൻ എന്ന പക്ഷിരൂപത്തെ സൃഷ്ടിച്ചു. പകുതി പക്ഷിയുടെയും പകുതി സിംഹത്തിന്റെയും രൂപമുള്ള ഉഗ്രമൂർത്തിയായിരുന്നു അത്. ഇത് കണ്ട നരസിംഹമൂർത്തി തന്റെ കണ്ഠത്തിൽ നിന്നും കണ്ഠപേരുണ്ഠ എന്ന പക്ഷിരൂപത്തിലുള്ള ഒരു മൂർത്തിയെ സൃഷ്ടിക്കുകയും ഇരുവരും തമ്മിലുള്ള അതിഘോര യുദ്ധം തുടങ്ങുകയും ചെയ്തു. ഈ യുദ്ധം ഏതാണ്ട് 18 ദിവസം നീണ്ടുനിന്നു. ഒടുവിൽ മഹാദേവൻ തന്റെ തൃക്കണ്ണ് തുറന്ന് ഉഗ്രപ്രത്യുങ്കര രൂപത്തിൽ അഥർവണ കാളിയെ അവതരിപ്പിച്ചു. ഉഗ്രരൂപിയായ ദേവി കണ്ഠപേരുണ്ട പക്ഷിയെ വിഴുങ്ങി. അതോടെ നരസിംഹമൂർത്തിയുടെ കോപമടങ്ങുകയും ചെയ്തു. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ഉള്ളിൽ ചെന്ന കൊടിയ വിഷം പോലും അടക്കാൻ കഴിവുള്ള ദേവിക്ക് സാധാരണ ഭക്തരുടെ ഉള്ളിലുള്ള ആഭിചാര വിഷങ്ങളെ മാറ്റാൻ പറ്റുമെന്നാണ് വിശ്വാസം.